കറുകൂരൻ ജോസേട്ടൻ ജോസേട്ടായാണ്. ഈ സിനിമ എല്ലാവർക്കും വേണ്ടി വിടുന്നു. ജോസിനെ കാണാൻ, ജോസ് അച്ചായനെ കാണാൻ എല്ലാവരും തിയേറ്ററിൽ എത്തണം. അതിന് ചെറിയൊരു സാമ്പിൾ ജോസേട്ടായെ സ്നേഹപൂർവ്വം സ്വീകരിക്കാം. നമ്മൾ ദുബായിൽ തന്നെയാണ് വിളിച്ചത്. ദുബായ് നമ്മളെല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ദുബായ് ഒരു അന്യനാടല്ല, നമ്മുടെ നാട് തന്നെയാണ്. നമ്മുടെ നാട്ടുകാരും നമ്മളുടെ സ്നേഹമുള്ളവരുമാണ് ഈ നാട്ടിലുള്ളത്. സ്വാഭാവികമായിട്ടും ദുബായ് എന്ന് പറയുന്നത് നമ്മുടെ സെക്കൻഡ് ഹോമാണ്, രണ്ടാമത്തെ വീടാണ്. നാട്ടിൽ നമ്മുടെ വീടുള്ളത് പോലെ ഇവിടെ തന്നെ ഇത്രയും ആളുകൾ മലയാളികൾ താമസിക്കുന്ന ഒരു സ്ഥലത്തേക്ക് ഒരു ബന്ധുഗ്രഹത്തിൽ വരുന്നത് പോലെ അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു സ്വന്തഗ്രഹത്തിൽ വരുന്ന ഫീലിംഗാണ് എനിക്കുള്ളത്. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട പല സംഭവങ്ങളും ദുബായി തന്നെ നടത്തുന്നതിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നു, നടത്തുന്നു. നമ്മുടെ പുതിയ പടമാണ്, മമ്മൂട്ടി കമ്പനിയുടെ 5ാമത്തെ സിനിമയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം കൊണ്ട് ഞങ്ങൾക്ക് 4 പടങ്ങളും ഞങ്ങളെ കൊണ്ടാവുന്നത് നന്നാക്കാനും സാധിച്ചു. അത് നിങ്ങൾ സ്വീകരിക്കുന്നതിന് നന്ദിയുണ്ട്. ഇത് 5ാമത്തെ പടമാണ്. ഇതുവരെയുള്ള പടങ്ങളെക്കാൾ കുറച്ച് വലിയ സിനിമയാണ് ഇത്. നിങ്ങളെ വിശ്വസിച്ച് തന്നെയാണ് ഞാൻ നിങ്ങൾ കഴിഞ്ഞ 4 പടങ്ങളും നിർമ്മിച്ചത്, റിലീസ് ചെയ്യുന്നത്. ഈ സിനിമയും നിങ്ങളെയാണ് ഞങ്ങൾ ആശ്രയിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ സഹകരണം, നിങ്ങളുടെ സ്നേഹവും ഈ സിനിമയോട് ഉണ്ടാവണം. കറുകൂരൻ ജോസേട്ടൻ ജോസേട്ടായാണ്. ജോസേട്ടായി നിങ്ങൾ സ്നേഹപുരസ്സരം സ്വീകരിക്കും എന്നെനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ഇത് കുടുംബചിത്രമാണോ, ഒരു ആക്ഷൻ സിനിമയാണോ, കോമഡി സിനിമയാണോ, റൊമാൻറ്റിക് സിനിമയാണോ, അല്ലെങ്കിൽ ലോ ക്ലാസ് ആണോ, ഹൈ ക്ലാസ് ആണോ, മാസ് ആണോ, ക്ലാസ് ആണോ എന്നും ഞങ്ങൾ പറയുന്നില്ല. ഈ സിനിമ എല്ലാവർക്കും വേണ്ടി വിടുന്നു. ക്ലാസും മാസും ഫാമിലി യൗത്വമൊന്നുമല്ല, എല്ലാ പ്രായക്കാർക്കും എല്ലാവർക്കും കൂടെയുള്ള സിനിമയാണ്. അപ്പൊ ജോസേട്ടായെ സ്നേഹപൂർവ്വം സ്വീകരിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഒരു ടർബോ ചാർജ്ഡ് സായന്തനത്തിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുകയാണ്. മെയ് 23-ന് പടമിറങ്ങുകയാണ്. ജോസിനെ കാണാൻ, ജോസ് അച്ചായനെ കാണാൻ എല്ലാവരും തിയേറ്ററിൽ എത്തണം. അതിന് ചെറിയൊരു സാമ്പിൾ വരികയാണ്. ഇതുവരെ നമ്മളെ പ്രോത്സാഹിപ്പിച്ച, മലയാള സിനിമയെ പ്രോത്സാഹിപ്പിച്ച, തിയേറ്ററിലേക്ക് ഇടിയെത്തുന്ന ദുബായിലെ എല്ലാ പ്രവാസി സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി അർപ്പിച്ചുകൊണ്ട്, ഞങ്ങളെ കാണാൻ എത്തിയത് ഒരിക്കൽ കൂടി നന്ദി അർപ്പിച്ചുകൊണ്ട് ഈവനിങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മുടെ അയൽ സംസ്ഥാനമായ കർണാടകയിൽ ഇത്രയും ഗംഭീര ചിത്രങ്ങൾ നൽകിയിട്ടുള്ള ആദ്യത്തെ മലയാളം സിനിമ. So I have done films in Kannada and I'm a director as well, and I really feel happy to share the screen with you, sir. And thanks for this opportunity to the company and Vaishak as well. ಮತ್ತೆ ಕನ್ನಡದವರು ತುಳುಂದ ಗುಲೇರ್ಲಿಂದ ಮಾತುಗಳು ನಮಸ್ಕಾರ. വളരെ ഇമ്പോർട്ടൻ്റ് ഡേ ആണ്. ഇറ്റ്സ് ദ ഫസ്റ്റ് ടൈം സംതിങ് അതർ ദൻ പോസ്റ്റേഴ്സ് ആർ ഗോയിങ് ടു കം ഔട്ട്. സോ ഹോപ്പ്ഫുള്ളി ഇറ്റ് വിൽ ബി ഗുഡ്. താങ്ക് യു ഓൾ ഫോർ കമ്മിങ് ഹിയർ. താങ്ക് യു ഓൾ. ഇറ്റ്സ് സോ നൈസ് ടു സീ യു ഓൾ. താങ്ക് യു സോ മച്ച്. താങ്ക് യു അഞ്ജന. നമ്മുടെ ഇവിടെ കൂടുതലൊരു പ്രവാസിയായിട്ടുള്ള ഒരു നടൻ ഇതിനകത്ത് വന്നിട്ടുണ്ട്. അനുര അത്രയും കൊണ്ട് 2 വാക്ക് പറയുകയാതെ പോകാൻ പറ്റില്ല. ദുബായ് നമുക്കറിയാം, മമ്മൂക്ക എന്ന് പറയുന്ന നമ്മളൊരാളാണ്. ദുബായ്ക്കാരെ ഏറ്റവും പ്രിയപ്പെട്ട മെഗാസ്റ്റാറാണ് മമ്മൂക്ക. മമ്മൂക്കയോടൊപ്പം നിങ്ങളോടൊപ്പം വേദിയിൽ പങ്കെടുക്കുവാൻ സാധിച്ച എന്റെ ഏറ്റവും വലിയ ജീവിതത്തെ ഏറ്റവും വലിയ അഭിമാന നിമിഷമായിട്ട് കരുതുകയാണ്. ഉറപ്പായിട്ടും ടർബോ ദുബായിൽ പ്രകടനം കൊള്ളിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. എല്ലാവരും കുടുംബത്തോടൊപ്പം സുഹൃത്തുക്കളോടൊപ്പം
ഈ സിനിമ കണ്ട് വൻ വിജയമാക്കണമെന്ന് ഒരിക്കൽ കൂടെ അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.